ഗാസയിൽ മാരകമായ യുദ്ധം, 232 മരണം, 1000-ലേറെ പേർ പരിക്കേറ്റ് മരണാവസ്ഥയിൽ. ഗാസയിലേത് വെറും സാമ്പിൾ വെടി മാത്രമെന്നും വെടിക്കെട്ട് കാണാനിരിക്കുന്നതേ ഉള്ളൂവെന്നും ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ്. ഏറ്റവും പുതിയ യുദ്ധഭൂമിയിലെ അപ്ഡേറ്റുകളിലേക്ക്. ഏറെക്കാലത്തിന് ശേഷം ഗാസയിൽ രൂക്ഷമായിട്ടുള്ള യുദ്ധം ഇസ്രായേൽ തുടങ്ങിയിരിക്കുകയാണ്. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മധ്യ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിനകം 232 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഗാസയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് ഗാസയുടെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ നൂറുകണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കൊലപ്പെട്ട് കിടക്കുന്നതായിട്ടും സംശയിക്കുന്നതായി പറയുന്നു. 1000-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായിട്ടും ഗാസയിലെ ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്. UN 200-ലധികം മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്രമാത്രം മരണകരമായിട്ടുള്ള മാരകമായിട്ടുള്ള മിസൈൽ ആക്രമണവും വ്യോമാക്രമണവുമാണ് ഇസ്രായേൽ ഗാസയിൽ പൊടുന്നനെ നടത്തിയത്. ഇത് 10,000-കണക്കിന് ആളുകളെ ബാധിച്ചിരിക്കുകയാണ്. ഗാസ നിവാസികളെ ബാധിച്ചിരിക്കുകയാണ്. നിരപരാധികളായിട്ടുള്ള പലസ്തീനുകളെല്ലാവരും ഇതിൻ്റെ ഇരകളാവുകയാണ്. മുമ്പ് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ ആ പ്രദേശത്തെ നിരപരാധികളായിട്ടുള്ള ആളുകളെയും സിവിലിയന്മാരെയും ഒഴിപ്പിക്കുമായിരുന്നു. ഇത് യാതൊരു മുന്നറിയിപ്പോ ഒഴിപ്പിക്കൽ നിർദ്ദേശങ്ങളോ ഒന്നും കൊടുത്തില്ല. മാത്രമല്ല ക്യാമ്പുകൾക്ക് സമീപവും സ്കൂളുകൾക്ക് സമീപവും എല്ലാം ഇസ്രായേലിൻ്റെ ബോംബുകളും മിസൈലുകളും വന്നു വീണു. നിരവധി പൗരന്മാരാണ് ഇതിൽ കൊലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം: ഇസ്രായേലിൻ്റെ ബന്ദികളെ മോചിപ്പിക്കുവാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഹമാസ് തയ്യാറായിട്ടില്ല. ആക്രമണങ്ങൾക്ക് കൊണ്ട് മാത്രമേ ഇനിയൊരു പരിഹാരം ഉണ്ടാകൂ എന്നും ഗാസയിൽ അവശേഷിക്കുന്നവരെ തിരികെ കൊണ്ടുവരുവാൻ പറ്റുകയുള്ളൂ എന്നും ഇസ്രായേൽ പറയുന്നു. ഇനി ബന്ദികൾ തിരികെ കിട്ടുവാനുള്ള ബന്ദികളുടെ കണക്കുകൾ നോക്കിയാൽ 54 ബന്ദികളെ മാത്രമേ ഇനി ഇസ്രായേലിന് തിരികെ കിട്ടുവാനുള്ളൂ. ഇതിൽ 35 പേർ മരിച്ചവരാണ്. ജീവനോടെയുള്ള 24 പേരാണ് ഉള്ളത്. ഈ ജീവനോടെയുള്ള 24 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ മാരകമായിട്ടുള്ള യുദ്ധം. 10,000-കണക്കിന് ആളുകളെ മരിച്ച് ജീവിക്കുന്നതിന് തുല്യമായിട്ടും നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ മരണകാരണത്തിലേക്ക് തള്ളിവിടുന്ന മാരകമായിട്ടുള്ള ആക്രമണം നടത്തിയത്. ഇത് ടെസ്റ്റ് ഡോസ് മാത്രമാണ് എന്നാണ് ഇസ്രായേലിൻ്റെ സൈന്യം പറയുന്നത്. മാരകമായിട്ടുള്ള ആക്രമണം ഇനി ഗാസ നിവാസികൾ കാണുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നും IDF-ന്റെ മുന്നറിയിപ്പ്, അവസാനത്തെ മുന്നറിയിപ്പ് ഇപ്പോൾ വരികയാണ്. അതായത് നിലവിലുള്ള കണക്കുകൾ പ്രകാരം വെറും 24 ബന്ദികളാണ് ഹമാസിൻ്റെ കൈവശം ഇസ്രായേലിൻ്റെ ജീവനോടെയുള്ളത്. ഈ 24 ബന്ദികളെയും മരിച്ച 35ഓളം ആളുകളുടെയും മൃതദേഹങ്ങളും തിരികെ കൊടുക്കണം എന്നുള്ള ചർച്ചകൾ വഴിമുട്ടി. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി അവസാനിച്ചപ്പോൾ തന്നെ പൊടുന്നനെ മറ്റൊരു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ ഗാസ തകരും എന്നും ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുമെന്നും ഇസ്രായേലിൻ്റെ സൈന്യം വ്യക്തമാക്കുകയാണ്. പ്രാദേശിക അധികാരികൾ തന്നെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ മരണസംഖ്യ ഇപ്പോൾ ടെലഗ്രാമിലും എക്സിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ ദൃശ്യങ്ങളും വീഡിയോകളും വന്നിട്ടുണ്ട്. ഗാസ മുനമ്പിലെ തീവ്രവാദ സംഘടനകളുടെ അവർക്ക് നേരെ നടന്ന ഏറ്റവും വലിയ ഒരു വിപുലമായ ആക്രമണമാണ് ഇതെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ വൈറ്റ് ഹൗസും ഇതുമായി ബന്ധപ്പെട്ട് ബന്ദികളെ തിരികെ കൊടുക്കാത്തതുകൊണ്ടാണ് മാരകമായ ആക്രമണത്തിന് ഗാസ ഇരയായത് എന്നും അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യുവാനില്ല എന്നും വൈറ്റ് ഹൗസിൻ്റെ വൃത്തങ്ങൾ പറയുന്നു. മാത്രമല്ല നിരവധി ചർച്ചകൾ ഹമാസുമായി നടത്തി. ഹമാസിന് അന്തിമമായിട്ടുള്ള മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് മുമ്പ് നൽകിയതാണ്. അത് ഇപ്രകാരമാണ്: അവസാന മുന്നറിയിപ്പ്, ഗാസയിൽ തുടരുന്ന ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ ഗാസയിൽ മരണം വിതറും, ഗാസ മറ്റൊരു വലിയൊരു നരകമായി മാറും എന്ന് മുമ്പ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് ഏകദേശം 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മാരകമായിട്ടുള്ള ആക്രമണം. എന്താണോ ട്രംപ് പറഞ്ഞത് അതേപോലെയുള്ള ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നു. അന്ന് ട്രംപ് പറഞ്ഞിരുന്നു നിരപരാധികൾ കൊല്ലപ്പെടുമെന്നും സിവിലിയന്മാർക്ക് അപകടമുണ്ടാകുമെന്നും അതുപോലെ ഗാസയിലെ ജനങ്ങളെ യുദ്ധം ബാധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവസാനത്തെ മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഈ കഴിഞ്ഞ ദിവസം ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. അതായത് മാർച്ച് 6-നാണ് ട്രംപിൻ്റെ വളരെ വിശദമായിട്ടുള്ള അവസാനത്തെ മുന്നറിയിപ്പ്, എൻ്റെ അവസാനത്തെ മുന്നറിയിപ്പ് എന്ന് ഒരു തലക്കെട്ടിൽ തന്നെ എക്സിൽ ട്രംപിൻ്റെ പോസ്റ്റ് വന്നത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1-1.5 ആഴ്ചയ്ക്ക് ശേഷമാണ് വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞതോടെ ഇസ്രായേലിൻ്റെ മാരകമായിട്ടുള്ള ഗാസയിലെ ആക്രമണം ഉണ്ടാകുന്നത്. ഗാസയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്
ആ, പലസ്തീനികളെ പാർപ്പിച്ചിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിന്റെ പ്രദേശങ്ങളിൽ ആക്രമണമുണ്ടായി. ഒരു സ്കൂളിനെ ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടാകുകയും സ്കൂൾ തകരുകയും ചെയ്തു. മാത്രമല്ല വലിയ തോതിലുള്ള കെട്ടിടങ്ങൾക്കും മറ്റും നാശമുണ്ടായി. ഈ സ്കൂളുകൾക്കും ക്യാമ്പുകൾക്കും സമീപത്ത് വലിയ തോതിലുള്ള വെടിവെപ്പും മറ്റും ഉണ്ടായി. മാത്രമല്ല ബുജറയിൽ ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ നൂറുകണക്കിന് പേർ പരിക്കേൽക്കുകയും കൊലപ്പെടുകയോ ചെയ്തതായിട്ട് UN വക്താക്കൾ പറയുന്നു. സ്ഫോടക വസ്തുക്കൾ ഇസ്രായേൽ ആകാശത്തു നിന്നും മഴ പോലെ വിതറുകയായിരുന്നു എന്നാണ് അനുഭവസ്ഥരും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും പറയുന്നത്. അതേസമയം ഗാസയിലെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പറയുന്നത് ഒരു കാരണവശാലും ഈ യുദ്ധക്കുറ്റകൃത്യം അംഗീകരിക്കുവാൻ ആവുകയില്ല എന്നാണ്. തീവ്രവാദികളെ ലക്ഷ്യം വെച്ചിട്ടല്ല ഇസ്രായേലിന്റെ ആക്രമണമെന്നും ഗാസയിലെ സമാധാനക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ എന്നുമാണ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ഘോരമായിട്ടുള്ള ആക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് വർദ്ധിച്ച സൈനിക ശക്തിയോടെയാണ് എന്നും ആവശ്യമായിട്ടുള്ള വിശ്രമം ഞങ്ങളുടെ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ആയുധ സമ്പന്നമാണ് ഇസ്രായേൽ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹമാസിനെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തുടരുകയാണ് എന്നും അതിവേഗം പൂർത്തിയാക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത്. അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക, അവരുടെ താവളങ്ങളും ക്യാമ്പുകളും പൊളിച്ചു മാറ്റുക, ശേഷിക്കുന്ന 59ഓളം ബന്ദികളെ തിരികെ കൊണ്ടുവരിക, ഇതാണ് ഇനിയുള്ള യുദ്ധത്തിന്റെ ലക്ഷ്യം എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇതിനിടെ ഇസ്രായേൽ സിറിയയിലും ലെബനോനിലും സമാനമായിട്ടുള്ള ആക്രമണം നടത്തി. ഗാസയിൽ വ്യോമാക്രമണം നടത്തിയ അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ സിറിയയിലും ലെബനോനിലും ഓപ്പറേഷൻ നടത്തിയത്. തെക്കൻ ലെബനോനിലും സിറിയയിലും ഇസ്രായേൽ 15ലധികം വിമാനങ്ങൾ ഉപയോഗിച്ചാണ് വ്യോമാക്രമണം നടത്തിയത്. ഇവിടെ കുറഞ്ഞത് 100 പേർ എങ്കിലും ഈ 2 രാജ്യങ്ങളിലായി കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. അതേസമയം സിറിയയിലെ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം തെക്കൻ നഗരമായ ദാരയിൽ ഒരു ജനവാസ മേഖല പൂർണ്ണമായിട്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർത്തു എന്നാണ് പറയുന്നത്. ഇവിടെ നിരവധി പേർ കൊല്ലപ്പെടുകയും 19 പേരെ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. 2 ആംബുലൻസുകൾ രോഗികളെയും കൊണ്ടുപോയ പരിക്കേറ്റവരെയും കൊണ്ടുപോയ ആംബുലൻസുകൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു എന്ന് പറയുന്നു. നഗരത്തിനടുത്ത്, അതായത് സിറിയയിലെ ദാര നഗരത്തിലാണ്, അതിനടുത്ത് സൈനിക കേന്ദ്രത്തിലാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി അസദിന്റെ സൈന്യത്തെയും ആയുധങ്ങളും വാഹനങ്ങളും അടിയന്തരമായി സൈനിക ടെന്റുകളിൽ തന്നെ ക്യാമ്പ് ചെയ്യുവാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. പുറത്ത് ഇത് ഇസ്രായേലിനെ നേരിടേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സിറിയയിൽ അവിടുത്തെ ഭരണാധികാരി നൽകിയിരിക്കുന്നത്. എല്ലാം ഒരു മാറ്റത്തിന്റെ സൂചന വീണ്ടും കാണുകയാണ്. ഗാസയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കുവാൻ ഇസ്രായേൽ നടത്തുന്ന അവസാനത്തെ ഓപ്പറേഷൻ എന്ന നിലയിൽ വെറും ചുരുങ്ങിയ ബന്ദികൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ കൈവിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന് തന്നെ കണക്ക് കൂട്ടുന്നു. അവർക്ക് വേണ്ടിയിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ഹത്യ ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം മറുവശത്ത് എത്ര പേർ വീണാലും അതിലൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങൾക്ക് ഈ യുദ്ധത്തിലോ ഈ കൊലപാതകത്തിലോ ഇതെല്ലാം ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റകൃത്യമാണ് എന്ന് ഹമാസ് പറയുന്നു. അവരുടെ കൈവശത്തും ഇരിക്കുന്ന ഇസ്രായേലിന്റെ ഏതാനും ബന്ദികളെ വിട്ടുകൊടുത്താൽ ഈ യുദ്ധങ്ങൾ എല്ലാം ഒഴിവാക്കുകയും സമാധാനപരമായ ചർച്ചയിലൂടെ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ലോകം മുഴുവനും ഈ യുദ്ധം വീക്ഷിക്കുന്ന, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മുഴുവൻ വീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. അതേസമയം അമേരിക്ക നിർണായകമായിട്ടുള്ള ചർച്ച ഹമാസുമായി നടത്തി. ഈ ചർച്ചയിലാണ് പ്രസിഡന്റ് ട്രംപ് വലിയ തോതിലുള്ള ദുരന്തം ഗാസയെ വേട്ടയാടുമെന്നും ഗാസയിലെ ആളുകൾക്ക് മേലെ മരണം വിതയ്ക്കുമെന്നും ഇസ്രായേൽ വൻ സൈനിക ശക്തിയാണ് എന്നും ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് കൊടുത്തത്. ഇത് തന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞിട്ടും ഹമാസ് കേൾക്കാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള യുദ്ധം ഇപ്പോൾ ഗാസയിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.